Hello friends, welcome back to my channel SSA Cooking World. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും വെറൈറ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കാനും പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. രണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഞാൻ ഇത്രയും സ്നാക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 കപ്പ് ഫുള്ള് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് തിളച്ച് വരുമ്പോഴത്തേനും പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഷുഗറാണ് കേട്ടോ. പഞ്ചസാര നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മധുരം ഇരിക്കട്ടെന്ന് വെച്ചിട്ടാണ് മാവിന്, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇത് അരിപ്പൊടിയിലെ നൈസ് പത്തിരിയുടെ പൊടി അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടാമത് ഇട്ട് കൊടുത്ത 1 കപ്പ് മൈദപ്പൊടിയിൽ ഓൾ പർപ്പസ് ഫ്ലോർ, അത് 1 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറും അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 1/2 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തന്നെ ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുക. രണ്ടും ഒരേ അളവിൽ തന്നെ എടുത്തിട്ടായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടായിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ നൈസ് പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, അതുപോലെ തന്നെ ചൂടോടെ തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. സെയിം നൈസ് പത്തിരിക്ക് കുഴച്ചെടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഈ 2 പഴം വെച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ഗീയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നുള്ള ആ നേന്ത്രപ്പഴമാണ് കേട്ടോ. ഇത് 2 നേന്ത്രപ്പഴം മുഴുവനായിട്ടും ഉണ്ട്. അതിനെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നമ്മൾ ഇതിൽ കിടന്ന് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം ഈ ഗീയിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നുള്ളത്. ഇതിനിടയിൽ ഞാൻ ക്യാഷ്നട്ടും കിസ്മിസും റോസ്റ്റ് ചെയ്തെടുത്തത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്തത് ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗീ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നില്ലേ, ആ ടൈമിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഒന്ന് അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ സ്നാക്കിന് കിട്ടുന്നുള്ളത്. എളുപ്പത്തിലായി കിട്ടും കേട്ടോ. ഒരു പാത്രത്തിൽ ചായ അവിടെ തിളക്കുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഫ്രീസറിൽ വെച്ചാൽ തേങ്ങ ആയതുകൊണ്ടാണ് ഞാനങ്ങനെ ചീകിയിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നീട് അതിലേക്ക് ആവശ്യമായ ഷുഗർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പഞ്ചസാര. അപ്പോൾ അത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഏലക്കയുടെ പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഏലക്ക ഒരു 4-5 ഏലക്ക എടുത്തിട്ട് ഒന്ന് അതിനെ ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഫില്ലിങ്ങിന് കിട്ടുന്നുള്ളത്. ഇതിങ്ങനെ തന്നെ വെറുതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കാണുമ്പോൾ ഒരു ചേലിന് വേണ്ടിയിട്ടാണ് ഞാൻ അതൊരു സ്നാക്കാക്കിയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് വേറൊരു സ്നാക്കാക്കിയിട്ട് എടുക്കുന്നുള്ളത് കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാനും പൊതുവെ നമുക്ക് നല്ല ടേസ്റ്റ് തന്നെയല്ലേ. നമ്മൾ പഴം ചില്ലി ആക്കിയിട്ടും അതുപോലെ തന്നെ ഇതിലേക്ക് ഷുഗറിന് പകരം ഈ ശർക്കര വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഫ്ലെയിം അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നുള്ള മാവ്. അതിനെ പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് ഞാനിതിനെ പ്രസ് ചെയ്തെടുക്കുന്നുള്ളത്. പത്തിരി പ്രസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നില്ലേ, അതുപോലെ പ്പിലാക്കിയിട്ട് പരത്തിയെടുത്താൽ മതി. എന്നിട്ട് ഒരു ബോൾ വെച്ചിട്ടാൽ മറ്റോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. 4-5 കട്ട് ചെയ്ത് ഒരുമിച്ചിട്ട് തന്നെ 4-5 എണ്ണം അപ്പോൾ ഉണ്ടാക്കിയെടുക്കാം. പത്തിരി പ്രസ് ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ വെച്ച് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ.
അപ്പോൾ നമ്മൾക്ക് എത്രയ്ക്കുള്ള വലുപ്പമാണ് വേണ്ടിയിട്ടുള്ളത് അത്രയ്ക്കുള്ള വലുപ്പത്തിലാക്കിയിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. അതിലേക്ക് ഞാൻ ഫില്ലിങ്സ് ആണ് ഇത് വെച്ച് കൊടുക്കുന്നുള്ളത്. എത്രത്തോളം ഫില്ലിങ്സ് നമുക്ക് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഇതേ കവറിൽ വെച്ചിട്ട് തന്നെ ഇതിനെ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ സൈഡ് ഒന്ന് മൊടിഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ട് പോവാതിരിക്കാനും വേണ്ടിയിട്ടും അത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അതിനെ ഓപ്പൺ ചെയ്തിട്ട് കയ്യിലെടുത്തിട്ടായിട്ടാണ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മൊടിഞ്ഞു കൊടുക്കുന്നുള്ളത്. നമ്മൾ നെയ്യടക്കൊക്കെ ഉണ്ടാക്കൂലേ, പിരിയട കോയട അതിനൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ ഇതാക്കി പിരിച്ചിട്ട് കൊടുക്കുന്നുള്ളത്. അതേപോലെ തന്നെ സെയിം പ്രൊസീജിയർ ഇതിലേക്കും ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇളകി പോകുന്ന ടെൻഷനൊന്നും വേണ്ടതാ, ഇങ്ങനെ ആക്കിയിട്ടാണ് എടുക്കേണ്ടതുള്ളത് കേട്ടോ. ഞാനവിടെ ഓയിൽ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചെടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചൊടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡിലും ഓരോ പോലെ മുരിഞ്ഞ് വരുമ്പോഴത്തേനും ഇതിനെ ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇത്രയേ ഉള്ളൂ പണി. അപ്പോഴത്തേനും നമ്മളുടെ ഈ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നൊന്നായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ട് കാണിച്ചിട്ടുള്ളത്. പിന്നീട് ഞാൻ 3-4 ഒരേ ടൈമിൽ തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടോടെ കഴിക്കാനാണെങ്കിലും തണുത്തിട്ട് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ ഫില്ലിങ്സ് നമ്മൾ അല്ലാതെ ടൈമിൽ ഇതിലേക്ക് തേങ്ങൻ്റെ ഫില്ലിങ്സ് ഒക്കെ അല്ലേ കഴിക്കുന്നുള്ളത്. ഇത് പഴം വെച്ചിട്ടാകുമ്പോഴത്തേന് അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കിട്ടുന്നുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി സ്നാക്ക് കൂടിയാണ് ഇത്. മക്കൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടത്തോടെ കഴിക്കും. വിരുന്നുകാർക്കൊക്കെ നമ്മൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരം കൂടിയാണ് ഈ സ്നാക്ക്. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്. നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടമാവും ഈ സ്നാക്ക്. പഴം വെച്ചിട്ട്, അതും പഴുത്ത പഴം വെച്ചിട്ട്, കറുത്ത പഴം വെച്ചിട്ടൊക്കെ ഞാൻ ഒരുപാട് തരം സ്നാക്സ് ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പീസ് കൂടിയാണ് എല്ലാം. ഇതിൻ്റെ മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേണ്ടവർ അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എല്ലാ റെസിപ്പീസിൻ്റെയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കാറുണ്ട്. സ്ക്രീനിൽ എഴുതി കാണിക്കാത്തതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി ചെക്ക് ചെയ്താൽ മതി. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാം. ഈ സ്നാക്ക് കഴിച്ചാൽ പിന്നെ വിടൂല, അത്രയ്ക്കും ടേസ്റ്റാണ്. വിരുന്നുകാർക്ക് ഞെട്ടിപ്പിക്കാൻ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.